ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ് മനുഷ്യാവകാശം, മനുഷ്യാവകാശത്തിൻ്റെ ചരിത്രം എന്താണ്, അത് കഴിഞ്ഞ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടൊന്നും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, മനുഷ്യാവകാശത്തിൻ്റെ നായികക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. മനുഷ്യാവകാശത്തിൻ്റെ നായികക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. മനുഷ്യാവകാശ മേഖലയിലെ ആദ്യ ഉടമ്പടിയാണ് മാഗ്ന കാർട്ട. മനുഷ്യാവകാശ മേഖലയിലെ ആദ്യ ഉടമ്പടിയാണ് മാഗ്ന കാർട്ട. ഈ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുന്നത് 1215 ജൂൺ 15-നാണ്. മാഗ്ന കാർട്ടയിൽ എന്നാണ് ഒപ്പുവെക്കുന്നത്? 1215 ജൂൺ 15. ഇപ്പോൾ ഈ 1215 ഓർത്തു വെക്കാൻ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. 12-15 ഒരു 12-കാലിനാണ് ഒപ്പുവെച്ചെന്ന് ഓർത്ത് വെച്ചാൽ മതി. 1215 ജൂൺ 15. ഓക്കെ, അപ്പം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആദ്യമായിട്ട് നടന്ന ഒരു ഉടമ്പടിയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇത് മനുഷ്യാവകാശത്തിൻ്റെ നായികക്കല്ല് എന്നറിയപ്പെടുന്നു. 1215 ജൂൺ 15-നാണ് ഇതിലെന്ത് ചെയ്യുന്നത്, ഒപ്പിടുന്നത്. ഓക്കെ, ഈ മാഗ്ന കാർട്ടയിൽ ഒപ്പിട്ടത് ആരാണ്? ഇംഗ്ലണ്ടിലെ ജോൺ രാജാവാണ്. ആരാണ് ഒപ്പിട്ടത്? ഇംഗ്ലണ്ടിലെ ജോൺ രാജാവാണ്. റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ചാണ്. എവിടെ വെച്ചാണ് ഒപ്പിട്ടത്? റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ചാണ് ഒപ്പിട്ടത്. മാഗ്ന കാർട്ട എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? മാഗ്ന കാർട്ട എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ളതാണ്. നല്ലൊരു ചോദ്യമാണ്. മാഗ്ന കാർട്ട എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ളതാണ്. മാഗ്ന കാർട്ട എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹത്തായ ഉടമ്പടി എന്നാണ്. മാഗ്ന കാർട്ട എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹത്തായ ഉടമ്പടി എന്നാണ് മാഗ്ന കാർട്ട എന്ന വാക്കിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? മാഗ്ന കാർട്ടയാണ്. ഇംഗ്ലീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്ന് ചോദിച്ചാൽ മാഗ്ന കാർട്ടയാണ്. എന്നാൽ ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഇതിൻ്റെ ഓതർ റൂസോയാണ്. സോഷ്യൽ കോൺട്രാക്റ്റിനെ മലയാളത്തിൽ സാമൂഹിക ഉടമ്പടി എന്ന് പറയാം. മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റൂസോയാണ്. എന്നാൽ റൂസോയുടെ ഏത് കൃതിയിലാണ് ഇങ്ങനെ തുടങ്ങുന്നത്? അഥവാ സോഷ്യൽ കോൺട്രാക്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ് എന്ന് തുടങ്ങുന്ന കൃതി ഏതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ആദ്യ ഉടമ്പടി, ഞാൻ നേരത്തെ പറഞ്ഞത് മാഗ്ന കാർട്ടയെ കുറിച്ച് എന്താ പറഞ്ഞത്? ലോകത്തിലെ ആദ്യ മനുഷ്യാവകാശ ഉടമ്പടിയാണ്. അത് ഇംഗ്ലണ്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അന്താരാഷ്ട്ര തലത്തിലെ ആദ്യ മനുഷ്യാവകാശ ഉടമ്പടി ഏതാണ്? UN ചാർട്ടറാണ്. UN ചാർട്ടർ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻ ചാർട്ടറാണ്. ഈ UN-ന്റെ ഭരണഘടന എന്ന് ചോദിച്ചാലും ഏതാണ്? UN ചാർട്ടറാണ്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 24-നാണ്. സോ ഒക്ടോബർ 24 UN ദിനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. അപ്പം ഈ UN-യുടെ ഭരണഘടനയാണ് UN ചാർട്ടർ. അതുതന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ
അല്ലെങ്കിൽ ആഗോളതലത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ വന്ന ആദ്യ മനുഷ്യാവകാശ ഉടമ്പടിയാണ് UN ചാർട്ടർ. ഇത് UNOയുടെ ഭരണഘടന എന്ന് ചോദിച്ചാലും ഏതാണ്? UN ചാർട്ടറാണ്. ഇത് നിലവിൽ വരുന്നത് 1945-ലാണ്. അഥവാ UNO നിലവിൽ വന്നത് 1945-ലാണ്. അതേ വർഷം തന്നെയാണ് UN ചാർട്ടറും എന്ത് ചെയ്യുന്നത്? നിലവിൽ വന്നത്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ്? UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. എന്നായിരുന്നു 1948 ഡിസംബർ 10. എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ് നടന്നത്. എവിടെ വെച്ചാണ് നടന്നത്? പാരീസിൽ വെച്ചാണ് നടന്നത്. സോ പാരീസ് ഏത് രാജ്യത്താണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ്. ഇവിടെ 1948 ഡിസംബർ 10 എവിടെ വെച്ചാണ് നടന്നത്? പാരീസിൽ വെച്ചാണ്. ഈ 1948 ഡിസംബർ 10, ഡിസംബർ 10 പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു? മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 പ്രത്യേകത എന്താണ്? മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. സോ ഈ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആചരിച്ചു തുടങ്ങിയത് 1950-ലാണ്. അഥവാ 1948 ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം പാരീസിൽ വെച്ച് നടത്തുന്നത്. എന്നാൽ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു തുടങ്ങിയത് 1950 മുതലാണ് എന്നൊരു കാര്യം ഓർത്തു വെക്കാം. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എലിനോർ റൂസ്വെൽറ്റ് ആണ്. ആരാണ്? എലിനോർ റൂസ്വെൽറ്റ് ആണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, ഒരു എലിയാണെന്ന് ജസ്റ്റ് ഓർമ്മയിലോട്ട് കൊണ്ടുവരാം. അടുത്തത്, ഈ ഐക്യരാഷ്ട്രസഭയിൽ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമിതി ഏതാണ്? ഇപ്പം UNOയിൽ ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്. WHO ഹെൽത്തിന് വേണ്ടി, അല്ലേ? WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, യൂണിസെഫ്, യുനെസ്കോ, അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന UNOയിലെ ഒരു ഓർഗനൈസേഷനാണ് UNHRC എന്ന് പറയും. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. അപ്പോൾ UNOയുടെ അണ്ടറിൽ വരുന്ന മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമിതിയാണ് UNHRC. ഇത് നിലവിൽ വന്നത് 2006-ലാണ്. എന്നാ നിലവിൽ വന്നത്? 2006-ലാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ആസ്ഥാനം എവിടെയാണ്? ജനീവ. ജനീവ ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ, ഇപ്പോൾ UNHRC ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. UN-ൻ്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ അതിൽ തന്നെ ഉണ്ട്. UN യുണൈറ്റഡ് നേഷൻ മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ UNHRC ആണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഇതര മനുഷ്യാവകാശ സംഘടന, അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് മനുഷ്യാവകാശ സംഘടനയാണ് UNHRC, UNOയുടെ കീഴിൽ. എന്നാൽ ഗവൺമെൻറ് ഇതര മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയും. ഏതാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത് 1961-ലാണ്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം? ലണ്ടനിലാണ്. ലണ്ടനിലാണ് ആസ്ഥാനം. സ്ഥാപകൻ ആരാണ്? പീറ്റർ ബെനൻസൺ ആണ്. ആരാണ്? പീറ്റർ ബെനൻസൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഇതര മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ. സ്ഥാപിച്ചത് 1961. ആസ്ഥാനം എവിടെയാണ്? ലണ്ടനിലാണ്. ലണ്ടൻ. ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലിന് സമാധാന നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. എന്നാണ് സമാധാന നോബൽ പ്രൈസ് ലഭിച്ചത്? 1977-ലാണ്. ഇപ്പം 1961-ലാണ് ഇത് ആരംഭിക്കുന്നത്. 1977 എന്ത് ലഭിക്കുന്നു? സമാധാന നോബൽ പ്രൈസ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൽ ലഭിക്കുന്നു. ഇതിൻ്റെ ആപ്തവാക്യം എന്താണ്? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി പ്രകാശിപ്പിക്കുന്നതാണ്. എന്തായിരുന്നു? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി പ്രകാശിപ്പിക്കുന്നതാണ് എന്നതാണ് എന്തിൻ്റെ ആപ്തവാക്യം? ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം. അതുപോലെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു മനുഷ്യാവകാശ സംഘടനകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി UNHRC പറഞ്ഞു, ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറഞ്ഞു. അതുപോലെ ഇത് കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ, ഒന്ന് അമേരിക്കൻ വാച്ച് ആണ്. ഇവിടെ നമ്പർ മാറിയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഒന്ന് അമേരിക്കൻ വാച്ച്,
ഏഷ്യൻ വാച്ച്, ഗ്ലോബൽ വാച്ച്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് മൂവ്മെൻറ്റ്, ഗ്ലോബൽ റൈറ്റ്സ്. ഓക്കെ, 7 ഉണ്ട് കേട്ടോ. അപ്പം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ ഏത്, അല്ലെങ്കിൽ പെടാത്തത് ഏത്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? അമേരിക്കൻ വാച്ച്, ആഫ്രിക്കൻ വാച്ച്, ഏഷ്യൻ വാച്ച്, ഗ്ലോബൽ വാച്ച്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് മൂവ്മെൻറ്റ്, ദെൻ ഗ്ലോബൽ റൈറ്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ. ഇന്ത്യയിലെ പ്രധാന മനുഷ്യാവകാശ സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ്. എന്താണ്? പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇതിൻ്റെ സ്ഥാപകൻ ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായൺ. ഈ ഒരു സംഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നോട്ട, NOTA, ഇലക്ഷനിൽ ഉള്ളൊരു നോട്ടാന്ന് നിങ്ങൾ കേട്ടിരിക്കണം, അല്ലെങ്കിൽ നിഷേധ വോട്ട്. ഇംഗ്ലീഷിൽ പറയാം നൺ ഓഫ് ദി അബോവ് ആണ്. അപ്പോൾ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ മെഷീനിൽ ഒരു 5 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ നമ്മൾ 5 സ്ഥാനാർത്ഥികളെയും നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ട ചെയ്യാം. ഞാൻ മുകളിൽ പറയുന്ന സ്ഥാനാർത്ഥികളെയൊന്നും അംഗീകരിക്കുന്നില്ല. ഇതാണ് നോട്ട എന്ന് പറയുന്നത്. അപ്പം നോട്ട ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന എന്ന് ചോദിച്ചാൽ പറയണം പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് നോട്ട വന്നത് ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ് ലോകത്ത് ആദ്യമായിട്ട് നോട്ട വന്നത്. ഫ്രാൻസിൽ തന്നെയാണ് GST ആദ്യമായിട്ട് വന്നതും ഫ്രാൻസിലാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതുപോലെ VAT, വാല്യൂ ആഡഡ് ടാക്സ്, ഒക്കെ ഒരു ടീലാണല്ലോ അവസാനിക്കുന്നത്. നോട്ട, GST, VAT, ഇത് മൂന്നും ലോകത്ത് ആദ്യമായിട്ട് വന്നത് ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ് എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർക്കുക. ഇപ്പം ഇന്ത്യയിലെ പ്രധാന മനുഷ്യാവകാശ സംഘടനകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, മറ്റൊന്നാണ് പീപ്പിൾ കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. എന്താണ്? പീപ്പിൾ കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അതുപോലെ സിറ്റിസൺ ഫോർ ഡെമോക്രസി. എന്തായിരുന്നു? സിറ്റിസൺ ഫോർ ഡെമോക്രസി. മറ്റൊന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അഥവാ നമ്മുടെ NHRCയെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതൊരു ഓർഗനൈസേഷൻ ആണല്ലോ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. പീപ്പിൾ യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ആണ്. പീപ്പിൾ യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ നിഷേധ വോട്ട് കൊണ്ടുവരാൻ കാരണമായ സംഘടനയാണ് പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർക്കുക. ഇനി മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഐ ഹാവ് എ ഡ്രീം, എനിക്കുമുണ്ടൊരു സ്വപ്നം എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ്. ഇത് അമേരിക്കയിലാണ്. എന്നാൽ മാർട്ടിൻ ലൂതർ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് ജർമ്മനിയിലുള്ള ആളാണ് മാർട്ടിൻ ലൂതർ. ഈ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ് ഐ ഹാവ് എ ഡ്രീം, കറുത്തവരും വെളുത്തവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ഞാൻ സ്വപ്നം കാണുന്നു, കറുത്തവരും വെളുത്തവരും ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു, ഇങ്ങനെ പറയുന്ന ഒരു സ്പീച്ചാണ്. അപ്പം അത് ഇങ്ങനെയാണ് ഷോർട്ടാക്കിയിട്ടാണ് അറിയപ്പെടുന്നത്, ഐ ഹാവ് എ ഡ്രീം. അപ്പോൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ്. 1963 ഈ സ്പീച്ച് നടത്തുന്നത്. ഇതിനോട് സമാനതയുള്ളൊരു സ്പീച്ചാണ് ഐ ആം എ യങ് മാൻ, ഐ ഹാവ് എ ഡ്രീം, ഞാനൊരു ചെറുപ്പക്കാരനാണ്, എനിക്കുമുണ്ടൊരു സ്വപ്നം എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പറയണം രാജീവ് ഗാന്ധിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ്. ഈ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1963 ഈ സ്പീച്ച് നടത്തിയെന്ന് പറഞ്ഞു. 64 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? നോബൽ പ്രൈസ് ലഭിച്ചു. സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു. 1968 അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? കൊലപ്പെടുത്തുകയാണ്. ഓക്കെ, 68 അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു മനുഷ്യാവകാശത്തിൻ്റെ ഒരു ഹിസ്റ്ററി പോലെ നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരികയാണ്. അപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷൻ വരണമെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മനുഷ്യാവകാശ നിയമം വന്നിട്ടുണ്ട്.
ആ മനുഷ്യാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. അപ്പോൾ കമ്മീഷനാണോ നിയമമാണോ ആദ്യം വരിക എന്ന് ചോദിച്ചാൽ ആദ്യം നിയമമായിരിക്കും വന്നിട്ടുണ്ടാവുക. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ പറയണം 1993 സെപ്റ്റംബർ 28-നാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത്. അങ്ങനെ ഈ 1993 സെപ്റ്റംബർ 28-ലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുകയാണ്. എന്നാണ് കമ്മീഷൻ സ്ഥാപിച്ചത്? 1993 ഒക്ടോബർ 12-നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നിയമമാണല്ലോ. ഇപ്പോൾ 1993 സെപ്റ്റംബർ 28-ന് നിയമം വന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1993 ഒക്ടോബർ 12-ന് എന്ത് വന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നു എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യാം, ഓർക്കുക. ഇനി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്, വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. എന്നാൽ ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അതുപോലെ ഇന്ത്യയിലെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അഥവാ ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങളും ഇപ്പോൾ 25 ഭാഗങ്ങളുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അതിൽ ഭരണഘടനാ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങൾ തന്നെയാണ് ഒരു തരത്തിൽ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 3-ആണ്. ഇനി ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഭരണഘടനയിലെ വകുപ്പോ ഭാഗമോ പട്ടികയോ ഒന്നുമല്ല പറയുന്നത്. 1993 സെപ്റ്റംബർ 28-ന് നിലവിൽ വന്ന മനുഷ്യാവകാശ നിയമത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അഥവാ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 8 അധ്യായങ്ങളാണ്. എത്ര അധ്യായങ്ങളാണുള്ളത്? 8 അധ്യായങ്ങൾ. ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 43 വകുപ്പുകളാണ്. എത്ര വകുപ്പുകളാണുള്ളത്? 43 വകുപ്പുകൾ. അപ്പോൾ 8 ചാപ്റ്റേഴ്സും 43 വകുപ്പുകളുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ്. ഇനി ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 43 വകുപ്പുണ്ടല്ലോ, ഈ 43 വകുപ്പിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വകുപ്പാണ് പറയുന്നത്. ഇതൊന്നും ഭരണഘടനയിലെ വകുപ്പല്ല എന്ന് വീണ്ടും വീണ്ടും പറയാണ്. ഇത് മനുഷ്യാവകാശ നിയമത്തിലെ മാത്രം വകുപ്പുകളാണ്. അപ്പോൾ വകുപ്പ് 3-ൽ എന്താ പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അഥവാ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഏത് വകുപ്പാണ്? വകുപ്പ് 3-ലാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലകളെക്കുറിച്ച് പറയുന്ന വകുപ്പ് 12-ലാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാകുന്ന ചുമതലകളെക്കുറിച്ച് പറയുന്നത് 12-ലാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത് 13-ലാണ്. അപ്പോൾ 3 ഇത് രൂപീകരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നു. 12 ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ ചുമതലകളെക്കുറിച്ച് പറയുന്നു. 12 13 അധികാരങ്ങളെക്കുറിച്ച് പറയുന്നു. വകുപ്പ് 13 എന്താ പറയുന്നത്? എല്ലാ ജില്ലകളിലും മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. എല്ലാ ജില്ലകളിലും മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 30-ആണ്. ഈ മനുഷ്യാവകാശ കോടതികളിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 31-ആണ്. ഈ മനുഷ്യാവകാശ കോടതികളിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 31-ആണ്.
മനുഷ്യാവകാശ കോടതികളെ നിർദ്ദേശിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. മനുഷ്യാവകാശ കോടതികളെ നിർദ്ദേശിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഈ ആരുമായി കൂടിയാലോചിച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് മനുഷ്യാവകാശ കോടതികളെ നിർദ്ദേശിക്കുന്നത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് മനുഷ്യാവകാശ കോടതികളെ നിർദ്ദേശിക്കുന്നത്. ഇനി ഈ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? CAG ആണ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? CAG ആണ്. എത്ര വർഷം മുമ്പ് നടന്ന മനുഷ്യാവകാശ ലംഘന കേസുകളിലാണ് അന്വേഷണം സാധ്യമാകുന്നത്? 1 വർഷം മുമ്പ് വരെ. ആ 1 വർഷത്തിനുള്ളിൽ അപ്പോൾ ആര് നോക്കും? പോലീസ് നോക്കും. പോലീസ് നോക്കി 1 വർഷം കഴിഞ്ഞിട്ടും ഇതിന് ഒരു വിധി കിട്ടിയിട്ടില്ലെങ്കിലാണ് ആര് ഇടപെടുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തവണയാണ് ഭേദഗതി ചെയ്തത്. ഒന്ന് 2006 മറ്റൊന്ന് 2019. അപ്പം ഇതുവരെ മനുഷ്യാവകാശ നിയമം എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തവണയാണ്. കമ്മീഷനല്ല ഭേദഗതി ചെയ്തത് കേട്ടോ, ഇവിടെ മാറി എഴുതിയിട്ടുണ്ട്. മനുഷ്യാവകാശ നിയമമാണ് ഭേദഗതി ചെയ്യുന്നത്. 2 തവണ ഭേദഗതി ചെയ്തു. ഒന്ന് 2006 ഭേദഗതി ചെയ്തു, 2019 ഭേദഗതി ചെയ്തു. ഈ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം 2019 അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു സംരക്ഷണ ഭേദഗതി ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? അമിത് ഷായാണ്. 2019 ജൂലൈ 8 ഇദ്ദേഹം ലോകസഭയിൽ എന്ത് ചെയ്യുന്നത്? ഈ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി 2019 അവതരിപ്പിക്കുന്നത്. അങ്ങനെ 2019 ജൂലൈ 19 ആവുന്ന സമയത്ത് ലോകസഭ ഇത് എന്ത് ചെയ്തു? പാസ്സാക്കി. ലോകസഭ പാസ്സാക്കി പിന്നെ അത് എങ്ങോട്ട് അയക്കും? രാജ്യസഭയിലേക്ക് അയക്കും. രാജ്യസഭ അത് 2019 ജൂലൈ 22 ആരും പാസ്സാക്കി? രാജ്യസഭയും പാസ്സാക്കി. പിന്നീട് രാഷ്ട്രപതി ഇത് ഒപ്പിടും. കാരണം 2 സഭകളും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? നിയമം പാസ്സാകുന്നത്. ഈ രാഷ്ട്രപതി ഒപ്പിടാതെ അത് തിരിച്ചയക്കുന്ന രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് വീറ്റോ അധികാരം എന്ന് പറയും. വീറ്റോ അധികാരം ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാനി സെയിൽ സിംഗ് ആണ്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഒരു പോസ്റ്റലുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിലാണ് ഇങ്ങനെ തിരിച്ചയച്ചത്. ഇനി രാഷ്ട്രപതി അത് തിരിച്ചയച്ചു, വീണ്ടും ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, രാഷ്ട്രപതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഒപ്പിടണം. ഇതാണ് ഇന്ത്യയിലെ നിയമം പറയുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ രാഷ്ട്രപതി ഒപ്പിടുന്നത് 2019 ജൂലൈ 27 നിയമം നിലവിൽ വരുന്നത് 2019 ഓഗസ്റ്റ് 2 ഈ നിയമം വരുന്നത്. അങ്ങനെ ഈ നിയമത്തിൽ ചില ഭേദഗതികളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? പട്ടേൽ ഭവനാണ്. ഇതിന്റെ ആദ്യ പേര് മാനവ അധികാർ ഭവൻ എന്ന് പറയും. ഏതാണ്? മാനവ അധികാർ ഭവൻ. ഈ പട്ടേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അത് പട്ടേൽ ഭവൻ എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത്. ആദ്യ പേര് മാനവ അധികാർ ഭവൻ. ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 5 പേരാണ്. അപ്പോൾ ചെയർമാനെ കൂട്ടിയിട്ട് എത്ര സ്ഥിരാംഗങ്ങളുണ്ട്? 6 പേരുണ്ട്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവാൻ വേണ്ട യോഗ്യത എന്താണ്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അഥവാ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർഡായ ചീഫ് ജസ്റ്റിസ് ആണ് ഇതിൻ്റെ ചെയർമാൻ ആവാൻ വേണ്ട യോഗ്യത. ഇതായിരുന്നു 2019 വരെ യോഗ്യത. എന്നാൽ 2019 ആ ഭേദഗതിയിൽ പറഞ്ഞു റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയാലും മതി. കാരണം ചീഫ് ജസ്റ്റിസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ ആരാണ്? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇനി പറഞ്ഞു ടോട്ടല് ചെയർമാനെ കൂട്ടി 6 അംഗങ്ങൾ, ചെയർമാനെ കൂട്ടാതെ 5 സ്ഥിരാംഗങ്ങളാണ്. ഈ 5 സ്ഥിരാംഗങ്ങളിൽ 3 പേര് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം. അതിലൊരാൾ വനിതയായിരിക്കണം, നിർബന്ധമായിട്ടും വനിതയായിരിക്കണം. ഇനി ബാക്കി 1, 2 ഒന്ന് സുപ്രീം കോടതി
ജഡ്ജ് ആവണം, നിലവിലെ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. ഈ 5 പേരിലെ ഒരാളുടെ യോഗ്യത എന്ന് പറയുന്നത് നിലവിലെ പ്രസന്റ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. രണ്ടാമത്തെ ആളുടെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാറുണ്ട്. അപ്പോൾ ആകെ 5 സ്ഥിരാംഗങ്ങളാണ്. അതിൽ 3 പേരും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. അതിൽ നിർബന്ധമായും ഒരാൾ എന്ത് ചെയ്യണം? വനിതയായിരിക്കണം. ബാക്കി 2 പേരിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജോ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജോ, മറ്റൊരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഘടന ജസ്റ്റ് ഇത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. 1+5+7+ രാഷ്ട്രപതി എന്ന് പറയും. എന്താണ് ഈ 1+5+7+ രാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 എന്ന് പറഞ്ഞാൽ ചെയർമാനാണ്. ഓക്കെ, അപ്പോൾ ഈ ചെയർമാൻ +5, ചെയർമാനെ കൂടാതെയുള്ള അംഗങ്ങളാണ് 5 പേര്. അപ്പോൾ ടോട്ടൽ എത്ര പേരാണ്? 6 പേരാണ്. ഇനി 7 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഇവർ സ്ഥിരാംഗങ്ങളല്ല, ഇവർ മീറ്റിങ്ങിലൊക്കെ വരുന്ന അംഗങ്ങളാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഓക്കെ, പ്ലസ് രാഷ്ട്രപതി അഥവാ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ഒക്കെ ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ഒക്കെ ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇനി കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 7 പേരാണ്. ഇത് ആരൊക്കെയാണ്? സ്ഥിരാംഗങ്ങളെ കൂടാതെ ദേശീയ പട്ടികജാതി, പട്ടികവർഗ, ദേശീയ ന്യൂനപക്ഷ, വനിത. ഇത് ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്: SC ST OBC മൈനോറിറ്റി. അപ്പോൾ SC എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി കമ്മീഷൻ, ST എന്ന് പറഞ്ഞാൽ പട്ടികവർഗ കമ്മീഷൻ ഷെഡ്യൂൾഡ് ട്രൈബ്, മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നെ വനിതാ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞാൽ OBC കമ്മീഷൻ, പിന്നെ ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ എന്നിവയുടെ ചെയർമാനോ ചെയർപേഴ്സണോ ആയിരിക്കും എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെയാണ് റാങ്ക് നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ 7 പേരെന്ന് പറയുന്നത് SC ST OBC മൈനോറിറ്റി, വനിത, പിന്നെ ബാലാവകാശം, ഭിന്നശേഷി. അതിങ്ങനെ ഞാൻ പറയുന്ന പോലെ പഠിച്ചു നോക്കൂ. SC ST OBC മൈനോറിറ്റി, വുമൺ. SC ST OBC മൈനോറിറ്റി, വുമൺ. ആ വുമൻ്റെ കയ്യിൽ ഒരു ബാലനുണ്ട് അല്ലേ? ബാലാവകാശ ബാലനൊരു ഭിന്നശേഷിയാണെന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ 7 പേരെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമല്ലാത്തതാരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സോ ആണ്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. ഇത് 2019 വരെ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പം 2019 ഭേദഗതിയിൽ എന്തു വന്നു? ഈ 5 വർഷം എന്നുള്ളത് 3 വർഷമായിട്ട് എന്ത് ചെയ്ത് ചുരുങ്ങി. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി പരമാവധി എത്ര വർഷമേ ഉള്ളൂ? 3 വർഷമേ ഉള്ളൂ കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ഈ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ 6 പേരാണ് ഉണ്ടാവുക. ഒന്ന് പ്രധാനമന്ത്രി. പിന്നെ ഇത് ഒരു മനുഷ്യാവകാശം എന്ന് പറയുന്നത് ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പിന്നെ ലോകസഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, ലോകസഭ സ്പീക്കർ, രാജ്യസഭ ഉപാധ്യക്ഷൻ. അപ്പോൾ ഒന്ന് പ്രധാനമന്ത്രി, ഡൗട്ടില്ലല്ലോ. മറ്റൊന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പിന്നെ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. ലോകസഭ പ്രതിപക്ഷ നേതാവും രാജ്യസഭ പ്രതിപക്ഷ നേതാവും, പിന്നെ ലോകസഭയുടെ അധ്യക്ഷൻ, ലോകസഭ സ്പീക്കർ. ഇവിടെ രാജ്യസഭയുടെ അധ്യക്ഷനല്ല പറയുന്നത്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് രാജ്യസഭയുടെ അധ്യക്ഷനെ പറയാത്തത്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അഥവാ രാഷ്ട്രപതി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ട ആളാണ് ഉപരാഷ്ട്രപതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അത് ഉപരാഷ്ട്രപതിയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ 6 അംഗങ്ങളിൽ രാജ്യസഭയുടെ ശരിക്കും അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. പക്ഷെ ഇവിടെ ഈ തിരഞ്ഞെടുക്കുന്ന അംഗത്തിൽ രാജ്യസഭ അധ്യക്ഷനല്ല വരിക, രാജ്യസഭ ഉപാധ്യക്ഷനാണ് വരിക എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ,
സെക്രട്ടറി ജനറലാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. ഇതിൻ്റെ മലയാളം ചോദിച്ചു: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രത്യേക കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ മലയാളമാണ് പ്രത്യേക കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. സെക്രട്ടറി ജനറലാണ് കേട്ടോ. അതൊക്കെ നല്ല നല്ല ചോദ്യങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ CEO ആരാണ്? സെക്രട്ടറി ജനറലാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ CEO ആരാണ്? സെക്രട്ടറിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ CEO ആരാണ്? സെക്രട്ടറിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റാങ്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് DGP റാങ്കോ അതിന് മുകളിലോ ആണ്. DGP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറയും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്ന് പറയുന്നത് വലിയ റാങ്കാണ്. DGP റാങ്കോ അതിന് മുകളിലോ ആയിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് ഏതാണ്? IG റാങ്കിൽ കുറയാത്തത്. IG എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ ജനറൽ. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് DGP റാങ്കോ അതിന് മുകളിലോ. സംസ്ഥാനം വരുമ്പോൾ IG റാങ്കിൽ കുറയാത്ത സ്ഥാനമാണ്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഇപ്പോൾ ദേശീയമാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്, സംസ്ഥാനമാകുമ്പോൾ സംസ്ഥാന സർക്കാരിന്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻമാർ ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്ലാസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിലവിലുള്ള ചെയർമാൻ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഇപ്പം നിലവിൽ 9 ചെയർമാൻമാരാണുള്ളത്. ചെയർമാൻമാർ വന്നു പോയത് ഇതിപ്പോൾ 9ാമത്തെ ചെയർമാനാണ്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇതും ഇപ്പോൾ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യാവകാശൻ്റെ ചെയർമാൻ ആവാത്തത് ആര് എന്ന്. ഇതൊക്കെ റാങ്ക് നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് MN വെങ്കിട്ടച്ചലം, ജസ്റ്റിസ് JS വർമ്മ, JS ആനന്ദ്, S രാജേന്ദ്രബാബു, KG ബാലകൃഷ്ണൻ, HL ദത്തു, അരുൺ കുമാർ മിശ്ര. എന്നാൽ ഇപ്പോഴത്തത് ആരാണ്? വിജയ് ഭാരതി സയാനിയാണ്. ഇപ്പോൾ ആരാണ്? വിജയ് ഭാരതി സയാനി. ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഞാൻ ക്ലാസ് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് വിജയ് ഭാരതി സയാനിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്രയാണ്. ആദ്യം തന്നെ ഒരു രംഗപ്രവേശമല്ലേ, രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ ദളിതൻ എന്ന് ചോദിച്ചാലും ആരാണ്? KG ബാലകൃഷ്ണനാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആയതുമാര് തന്നെയാണ് KG ബാലകൃഷ്ണനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാവാനുള്ള യോഗ്യത ഞാൻ പറഞ്ഞു. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ഓർ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജോ. KG ബാലകൃഷ്ണൻ ആവുന്ന സമയത്ത് 2019 മുമ്പാണ് ആയത്. അദ്ദേഹം റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ നമുക്ക് വേറൊരു ഫാക്റ്റും കൂടി പഠിക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാലും ആരാണ്? KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാവാൻ വേണ്ട യോഗ്യത എന്താ പറഞ്ഞത്? 5 പേരാണുള്ളത്. അതിൽ 3 പേരും മനുഷ്യാവകാശ പ്രവർത്തകരായിരിക്കണം. അതിലൊരാൾ നിർബന്ധമായും എന്തായിരിക്കണം? വനിതയായിരിക്കണം. ബാക്കി 2 ആൾ പ്രസൻറ്റ് സുപ്രീം കോടതി ജഡ്ജോ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജോ, മറ്റൊന്ന് പ്രസൻറ്റ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ. ഫാത്തിമ ബീവിയെ കുറിച്ച് ഉള്ളൊരു ഫാക്റ്റ് ഉണ്ട്. സുപ്രീം കോടതി ജഡ്ജായ ആദ്യ വനിത എന്ന് ചോദിച്ചാലും ഏതാണ്? ഫാത്തിമ ബീവിയാണ്. അപ്പോൾ ഇവർ ഏത് യോഗ്യത വെച്ചായിരിക്കും ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായത്? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിരിക്കും കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചത് KG ബാലകൃഷ്ണനാണ്.
ഇനി അവസാനിക്കാറായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11 എന്നാ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11 ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ 3 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാനത്ത് എത്ര പേരാണ്? 3 പേരാണ്. കേന്ദ്രത്തിൽ എത്ര പേരായിരുന്നു? 6 പേരാണ് ചെയർമാൻ ഉൾപ്പെടെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഇനി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അല്ലാതെ ചെയർമാൻ ഒരാൾ, ഗവർണർ ഒരാൾ അങ്ങനെയല്ല കേട്ടോ. ഇവരെ നിയമിക്കുന്ന നീക്കം ചെയ്യുന്നതൊക്കെ ഒരാൾ തന്നെ ആയിരിക്കും. അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ് എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി കേന്ദ്രത്തിലുള്ള പോലെ തന്നെയാണ് 3 വർഷം 70 വയസ്സ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കള്ളി വരക്കുക. എന്നിട്ട് ഡിഫറൻസ് കറക്റ്റ് എഴുതി നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവാൻ വേണ്ട യോഗ്യത എന്താ? റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഓർ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജോ ആണ്. കേന്ദ്രത്തിലാവുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജോ. സംസ്ഥാനത്തിലാവുമ്പോൾ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജോ ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു 3 പേരാണ്. അതിലൊന്ന് ചെയർമാന്, ബാക്കി 2 പേരിൽ ഒരാൾ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആളായിരിക്കണം, 3ാമത്തെ ഒരാൾ മനുഷ്യാവകാശ പ്രവർത്തകനായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 3 പേരാണ്. അതിലൊരാൾ ചെയർമാനാണ്, ചെയർമാൻ്റെ യോഗ്യത പറഞ്ഞു. ബാക്കി 2 പേരിൽ ഒരാൾ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കണം, 3ാമത്തെ ആൾ മനുഷ്യാവകാശ പ്രവർത്തകനായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? എം പരീത് പിള്ളയാണ്. പരീത് പിള്ള. ഇപ്പോഴത്തത് അലക്സാണ്ടർ തോമസ് ആണ്. ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി ഗൂഗിൾ ചെയ്തു നോക്കുക ഇതന്നെയാണോ എന്നുള്ളത്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ അധ്യക്ഷനിലെ അംഗങ്ങളെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഞാൻ പറഞ്ഞു. കേന്ദ്രത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. സംസ്ഥാനത്തിലാവുമ്പോൾ 4 പേരാണ്. 4 പേരെന്ന് പറയുമ്പോൾ ആരായിരിക്കും? അവിടെ പ്രധാനമന്ത്രി ആവുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി, അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവുമ്പോൾ ഇവിടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി, അവിടെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് ആവുമ്പോൾ ഇവിടെ നിയമസഭാ പ്രതിപക്ഷ നേതാവ്, അവിടെ ലോകസഭാ സ്പീക്കർ വരുന്ന സമയത്ത് ഇവിടെ നിയമസഭാ സ്പീക്കർ. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ ഈ നിയമസഭയ്ക്ക് പുറമെ ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ലോകസഭയ്ക്ക് സമാനമാണ് നിയമസഭ, രാജ്യസഭയ്ക്ക് സമാനമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അങ്ങനെയുള്ള സ്റ്റേറ്റിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്? 6 അംഗങ്ങൾ ഉണ്ടാവും. കർണാടകയൊക്കെ ദ്വിമണ്ഡലമുള്ള സംസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മാക്സിമം റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി സെറ്റാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതിന് ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റ് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യും? കമൻറ്റ് ബോക്സിൽ അറിയിക്കും. താങ്ക് യു സോ മച്ച്.